ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞമ്മക്കൂടെ അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരാഴ്ചയായി ശരിക്കും നല്ലൊരു വീഡിയോ ഒന്നും ഇല്ലാതെ അങ്ങനെ പോണ്. ലൈവ് ഇട്ട് നോക്കും, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ പോയി പിടിച്ചു നോക്കും, പക്ഷെ ഒന്നിനും പറ്റണില്ല. തലവേദന കൊണ്ടേ ആദ്യം എനിക്ക് തലവേദന വന്നു, പിന്നെ അത് കഴിഞ്ഞാണ്ട് 2 ദിവസം പനിച്ചു, പിന്നെ അത് കഴിഞ്ഞാണ്ട് ജലദോഷവും പിടിച്ചു. പിന്നെയാണ് ജലദോഷം പിടിച്ചതിൻ്റെ ശേഷമാണ് പനി മാറിയിട്ടോ. തലവേദന വന്ന് മാറിയിട്ടില്ല, പക്ഷേ പനി 2 ദിവസം പനിച്ചു. ആ പനി അങ്ങനെ മാറി. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ജലദോഷത്തിന് അങ്ങനെ പോയി വന്നപ്പോൾ തലവേദന എന്ത് ചെയ്താലും മാറണില്ല. അപ്പോഴാണ് നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ BP കൂടിയേക്കാണ്. അപ്പോൾ BP കൂടിയേക്കാണെങ്കിലും പൊറുക്കാം, പക്ഷെ നല്ല അടിച്ച് കയറിയിരിക്കണം. നിങ്ങൾ എങ്ങനെ ഇതാക്കണത്, എങ്ങനെ കഴിയണത് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡോക്ടർമാർ ചീത്തരണം. പക്ഷേ ഞാൻ വിചാരിച്ചു ജലദോഷത്തിൻ്റെ തലവേദന ആയിരിക്കും. അപ്പം അങ്ങനെ അതുകൊണ്ട് പോയി. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും നോർമലായിട്ടില്ല. തലവേദന അങ്ങനെ ഉണ്ട്, കുറച്ച് കുറവുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും, 15 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും, ഒരാഴ്ച കൊണ്ട് വരാൻ പറയും. അങ്ങനെ ദിവസം വന്ന് BP ചെക്ക് ചെയ്യാൻ പറയും. എന്തായാലും തലവേദന കൊണ്ടാണ് ഇപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത. ഇന്നലെ ഒരു അരമണിക്കൂർ ലൈവ് ഇട്ട് നോക്കി, പക്ഷെ തലവേദന കൊണ്ട് കൂടുതൽ സമയം നിൽക്കാനും പറ്റില്ല. പിന്നെ ഞാൻ വൈകുന്നേരമാണ് ഇട്ടത്, മരുവിൻ്റെ സമയം ആകണ സമയത്താണ്. എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇട്ടതായിരുന്നു. ഏതായാലും ഒരു അരമണിക്കൂർ ഇട്ടു, 30 മിനിറ്റ് തന്നെ ഇട്ടുള്ളൂ. പിന്നെ ഞാൻ തലവേദന കൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് വേഗം നിർത്തിപ്പോയി. വീഡിയോ ചെയ്യണ മാതിരി അല്ലല്ലോ കുറേ സമയം. പിന്നെ അതുമല്ല കേട്ടോ, സോറി എല്ലാവരോടും. ഇന്നലെ എൻ്റെ ലൈവിൽ വന്നിട്ട് കമൻറ്റിന് റിപ്ലൈ കിട്ടാത്തവർക്ക് എല്ലാവരോടും ഞാൻ സോറി ചോദിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ ഫോണിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോണിൽ നിങ്ങൾ അയക്കണ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നില്ല. പുതിയാപ്പിളക്കാക്കെയാണ് പറഞ്ഞത്, മെസ്സേജ് അങ്ങനെ വരുന്നുണ്ടല്ലോ, എന്താ അതിനുള്ള മറുപടി എന്താ പറയാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഇന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വന്ന് നോക്കി, എനിക്ക് എൻ്റെ ഫോണിൽ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, എൻ്റെ ഫോണിൽ കമൻറ്റ് വരാത്തതുകൊണ്ടാണ് ഞാനൊന്നും അതിനെക്കുറിച്ച് പറയാതിരുന്നത് കേട്ടോ. എൻ്റെ ഫോണിൽ ആകെ ഒരു 4 5 ഇതിന് മാത്രമേ കമൻറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാ നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും. അതഞ്ഞി എൻ്റെ ഫോണിൽ എവിടെയെങ്കിലും കൈ തട്ടിപ്പോയോന്നറിയില്ല. കാരണം ഡിസ്പ്ലേ മാറ്റിയ ഫോണാകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചു കൊടുത്തല്ല വരിക. ഇൻഷാ അള്ളാ അതൊക്കെ ശരിയാക്കണം. ആദ്യം ശരീരം ശരിയാക്കട്ടെ, പിന്നെ ഫോൺ ശരിയാക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കൊക്കെയാണ്. പെരുന്നാളിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ഇൻഷാ അള്ളാ വയ്ക്കും പോലെയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അടിച്ചലും തുടക്കലും തട്ടലും കൊട്ടലും അങ്ങനെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കരുതിയ മാതിരി ഒന്നും ചെയ്യാൻ പറ്റണില്ല. നോക്കാൻ നിങ്ങളെൻ്റെ മുഖം തന്നെ വീങ്ങിയും കൊണ്ടില്ലേ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇന്നലത്തെ കമൻറ്റിന് റിപ്ലൈ കിട്ടാത്തവരൊക്കെ ക്ഷമിക്കുക കേട്ടോ മക്കളെ. ഞാൻ പുതിയാപ്പിളക്കാക്കാൻ്റെ ഫോണിൽ നോക്കിയപ്പോഴാണ് ഒക്കെ കാണുന്നത്. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് വേറെ ഒരു വഴിയില്ല. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും വീഡിയോ എടുക്കാൻ കഴിയുമെന്നറിയില്ല. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വീണ്ടും.